നിങ്ങൾ അമുദറാണി എന്ന് കേട്ടിട്ടുണ്ടോ? പേടിക്കണ്ട, തമിഴ്നാട്ടിലെ ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ പേരാണത്. തമിഴ്നാട്ടിലുള്ള ഒരു ദളിത് ക്രിസ്ത്യൻ വനിതയുടെ നിയമപോരാട്ടം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ മുൻപിൽ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. ചോദ്യങ്ങൾ മാത്രമല്ല, സ്വതന്ത്ര ഭാരതത്തിൽ ഒരു വിഭാഗം ജനങ്ങളോട് പതിറ്റാണ്ടുകളായി ഭരണകൂടവും നീതിപീഠങ്ങളും കാണിച്ച ബോധപൂർവമായ അവഗണനയുടെ ചരിത്രം മാറ്റിക്കുറിക്കുവാനുള്ള സാധ്യതകളുടെ പടിവാതിക്കലേക്ക് ഈ കേസ് എത്തി നിൽക്കുന്നു. അമുദറാണി വേഴ്സസ് വി അയ്യപ്പൻ കേസ്. ഇന്ത്യയിലെ ഏത് പൗരനും സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചാൽ വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന സംവരണ ആനുകൂല്യങ്ങൾ ഒറ്റയടിക്ക് നഷ്ടപ്പെടും. മതപരിവർത്തനം എന്ന ഒറ്റ കാരണം പറഞ്ഞ് നൽകാതിരുന്ന സംവരണ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ദളിത് ക്രിസ്ത്യാനികളുടെ നിയമ പോരാട്ട ചരിത്രത്തിൽ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിനുള്ള സാധ്യതകളാണ് ഈ അമുദറാണി കേസിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യം, അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാണ് ഒരു പൗരന് സാമൂഹിക നീതിയുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതെന്ന ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ് നാം പരിശോധിക്കുവാൻ പോകുന്നത്. ഇന്ത്യൻ നിയമങ്ങളും സാമൂഹിക യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് ഈ അമുദറാണി കേസ്? അതിന് ഈ മതപരിവർത്തനവുമായും സംവരണവുമായും ഒക്കെ എന്ത് ബന്ധമാണുള്ളത്? 2022 തമിഴ്നാട്ടിലെ തേരൂർ ടൗൺ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് അമുദറാണിയാണ് ഒരു സ്ഥാനാർത്ഥി. ദളിത് ക്രിസ്ത്യൻ സ്ത്രീയാണിവർ. അതുകൊണ്ട് തന്നെ ദളിതർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്ന ഈ സീറ്റിൽ അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ അമുദറാണിയോട് പരാജയപ്പെട്ടത് വി അയ്യപ്പൻ എന്ന വ്യക്തിയാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വി അയ്യപ്പൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. അമുദറാണി ജനിച്ചത് ഹിന്ദു പട്ടികജാതി വിഭാഗത്തിലാണെങ്കിലും 2025 അമുദറാണി ഒരു ക്രിസ്ത്യൻ പുരുഷനെ ക്രിസ്തീയ ആചാരപ്രകാരം വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചതോടെ അവർ ക്രിസ്തുമതം സ്വീകരിച്ചുവെന്നും അതിനാൽ അവർക്ക് പട്ടികജാതി പദവി നഷ്ടപ്പെടുമെന്നുമായിരുന്നു അയ്യപ്പൻ്റെ വാദം. ഈ കേസിൽ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി വളരെ വിവാദപരമായൊരു വിധിയായിരുന്നു. ജസ്റ്റിസ് വിക്ടോറിയ ഗൗരി അധ്യക്ഷയായ ബെഞ്ച് അമുദറാണിയെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് അയോഗ്യയാക്കി. മദ്രാസ് ഹൈക്കോടതിയുടെ പ്രധാന കണ്ടെത്തൽ ഇതാണ്: 1872 ഇന്ത്യൻ ക്രിസ്ത്യൻ വിവാഹ നിയമപ്രകാരമുള്ള ഒരു ക്രിസ്തീയ വിവാഹത്തിൽ ഏർപ്പെടുന്നതിലൂടെ അത് നിയമപരമായ ഒരു മതപരിവർത്തനമായി കണക്കാക്കപ്പെടുമെന്നാണ്. അതായത് ഔദ്യോഗികമായി മാമോദീസ മുങ്ങിയോ സ്നാനപ്പെട്ടോ ഒന്നും സഭാ രജിസ്റ്ററിൽ പേര് ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ നിയമപരമായി ഈ വിവാഹത്തിലൂടെ ക്രിസ്ത്യാനിയായി മാറിയെന്ന് കോടതി കണ്ടെത്തി. മാത്രവുമല്ല, മതം മാറിയ ശേഷം സംവരണ ആനുകൂല്യം നിലനിർത്താൻ വേണ്ടി പട്ടികജാതി പദവി ആവശ്യപ്പെടുന്നത് ഭരണഘടനയോട് തന്നെയുള്ള വഞ്ചനയാണെന്നും കോടതി നിരീക്ഷിച്ചു. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വിശ്വാസത്തെക്കാൾ നിയമപരമായ ഒരു കരാറിന്, അതായത് വിവാഹത്തിന് മുൻഗണന നൽകുന്ന ഒരു വിധിയാണ് കോടതി പുറപ്പെടുവിച്ചത്. മിശ്രവിവാഹിതരായ പട്ടികജാതിക്കാർക്ക് ഇതൊരു വലിയ ഭീഷണിയായി മാറി. വിധി വന്ന ഉടൻ തന്നെ അമുദറാണി സുപ്രീം കോടതിയെ സമീപിച്ചു. ആ കേസിൽ ജസ്റ്റിസുമാരായ വിക്രംനാഥും പ്രശാന്ത് കുമാർ മിശ്രയും അടങ്ങിയ ബെഞ്ച് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. സുപ്രീം കോടതി ഒരു കേസ് സ്റ്റേ ചെയ്തു എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ വിധി സുപ്രീം കോടതിയും അംഗീകരിച്ചിരുന്നെങ്കിൽ അമുദറാണിക്ക് ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടപ്പെടുമായിരുന്നു. ഒരു വിവാഹം മതപരിവർത്തനമായി കണക്കാക്കുന്ന ഹൈക്കോടതിയുടെ വ്യാഖ്യാനങ്ങൾ ഗുരുതരമായ നിയമപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണെന്ന്
സുപ്രീം കോടതിക്ക് പ്രാഥമികമായി ബോധ്യപ്പെട്ടു എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും ആഴത്തിൽ പഠിക്കാൻ സുപ്രീം കോടതിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ സ്റ്റേയിലൂടെ സമയം ലഭിക്കും എന്ന ഒരു മെച്ചവുമുണ്ട്. ഇനി ദളിത് ക്രിസ്ത്യാനികൾക്ക് സംവരണാനുകൂല്യം നിഷേധിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. 1950 പട്ടികജാതിക്കാരെ സംബന്ധിച്ചുള്ള ഭരണഘടനാ ഉത്തരവാണ് ഇതിന് മുഖാന്തരമായത്. ഇന്ത്യയിലെ പട്ടികജാതി സംവരണത്തിനുള്ള ഭരണഘടനാപരമായ അടിത്തറ രൂപപ്പെടുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 341 നിന്നാണ്. ഈ ആർട്ടിക്കിൾ അനുസരിച്ച് രാഷ്ട്രപതിക്ക് ഓരോ സംസ്ഥാനത്തിലെയും പട്ടികജാതി വിഭാഗങ്ങളെ ഒരു പൊതു അറിയിപ്പിലൂടെ നിർണയിക്കാൻ അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചാണ് 1950 പട്ടികജാതിക്കാരുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഉത്തരവ് നിലവിൽ വരുന്നത്. ഈ ഉത്തരവിലെ പാരഗ്രാഫ് 3 വ്യക്തമാക്കുന്നത് ഹിന്ദുമതം ഒഴികെയുള്ള ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരെയും പട്ടികജാതി അംഗങ്ങളായി കണക്കാക്കില്ല എന്നാണ്. ഈ വ്യവസ്ഥയാണ് ദളിത് ക്രിസ്ത്യാനികൾക്ക് സംവരണാനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതിൻ്റെ പ്രാഥമികമായ കാരണം. ഇന്ത്യയിൽ കാലാകാലങ്ങളായി എല്ലാ നിലയിലും അവഗണിക്കപ്പെട്ടും അടിച്ചമർത്തപ്പെട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടും അടിമജീവിതം നയിക്കേണ്ടി വരുന്ന ദളിതർ ഒരു കാലത്തും മതം മാറി ക്രിസ്ത്യാനിയാകാതിരിക്കാനുള്ള ഒരായുധമായി, ഒരു തടയണയായി ഒരേ വിഭാഗം ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ച് ഒരു വിഭാഗത്തിന് കണ്ണുമടച്ച് നീതി നിഷേധിച്ച ഒരു ഉത്തരവാണിത്. പിന്നീട് 1956 സിഖുകാരെയും 1990 ബുദ്ധമതക്കാരെയും ഈ വകുപ്പിനകത്ത് ഉൾക്കൊള്ളിച്ചു ഹിന്ദുക്കളുടെ കൂടെ. എന്നാൽ അപ്പോഴും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒഴിവാക്കി. എന്താണ് ഇതിൻ്റെ പിന്നിലെ ന്യായം? ക്രിസ്തു മതം ജാതിരഹിതമാണെന്നും ഈ മതവിശ്വാസം സ്വീകരിക്കുന്നതിലൂടെ ദളിതർക്ക് ജാതി വിവേചനം ഇല്ലാതാകുമെന്നുമുള്ള നിയമപരമായ ഒരു സങ്കല്പമാണ് ഈ ഒഴിവാക്കലിന് പ്രധാന കാരണമായി പറയുന്നത്. എന്നാൽ ഈ നിയമപരമായ ധാരണ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നതല്ല എന്നുള്ളതാണ് സത്യം. ക്രിസ്തു മതത്തെ നിയമവും കോടതിയും ജാതിരഹിതമായി കണക്കാക്കുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ളിൽ ജാതി വിവേചനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അത് ഭാരതത്തിലെ ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ് ജാതി വ്യവസ്ഥിതി. പലയിടത്തും ദളിത് ക്രിസ്ത്യാനികൾക്ക് പള്ളികൾക്കകത്ത് പോലും അവർക്ക് പദവികൾ ലഭിക്കുന്ന കാര്യത്തിൽ, ശ്മശാനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ആരാധനയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്. കാരണം അത്ര ആഴത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ജാതി വ്യവസ്ഥിതി രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ണടച്ചിരുട്ടാക്കുന്നത് കൊണ്ട് ഈ യാഥാർത്ഥ്യം മാറിപ്പോകത്തില്ല. കോടതികൾ കണ്ണടച്ച് ഇക്കാലം മുഴുവൻ, അതായത് കഴിഞ്ഞ 70-ലധികം വർഷമായിട്ട് അവർ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI ഈ കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ദളിത് ക്രിസ്ത്യാനികൾ സഭയ്ക്കകത്ത് വിവേചനം നേരിടുന്നുണ്ട്. ഒരു ഗുരുതരമായൊരു സാമൂഹ്യ പാപമാണ് അതെന്ന് തന്നെയാണ് കത്തോലിക്ക സഭ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ദളിതൻ മതം മാറുമ്പോൾ അന്ന് വരെ അവന് ലഭിച്ചിരുന്ന നിയമപരമായ സംവരണാനുകൂല്യം നഷ്ടമാകുന്നു എന്നത് മാത്രമല്ല, അവന് സാമൂഹ്യ തലത്തിൽ ആ ജാതി വിവേചനം അതേപോലെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംവരണത്തിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യമില്ലാതാക്കലോ മതപരമായ പദവി മാറ്റലോ അല്ല, മറിച്ച് ജാതി അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്നതാണ് അടിസ്ഥാന ലക്ഷ്യം. മതം മാറിയാലും സാമൂഹികമായ കളങ്കം നിലനിൽക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് സുപ്രീം കോടതി തന്നെ മുൻപ് പല ഉത്തരവുകളിലും നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ പലപ്പോഴും കമ്മീഷനുകളെ നിയമിക്കുകയും ചെയ്തു. 2007 സമർപ്പിച്ച രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് ദളിത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഈ വിവേചനത്തിൻ്റെ എല്ലാം അടിസ്ഥാനമായ ഈ പാരഗ്രാഫ് 3 പൂർണ്ണമായി ഒഴിവാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ കേന്ദ്ര സർക്കാർ ചെയ്തത് എന്താണെന്നറിയാമോ? രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. വേറൊരു കമ്മീഷനെ വെച്ചു. 2022 മുൻ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പുതിയ കമ്മീഷനെ നിയമിക്കുകയാണ് ചെയ്തത്.
മതപരിവർത്തനം ചെയ്ത ദളിതരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പഠിക്കാനാണ് ഈ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. 2025 ഒക്ടോബർ 10 വരെ അതിൻ്റെ സാവകാശം നൽകി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഈ കാലതാമസത്തെക്കുറിച്ചും കോടതി നിരീക്ഷിച്ചു. ഇങ്ങനെ കാലതാമസം ഉണ്ടാക്കുന്നത് നീതി നിഷേധമല്ലേ എന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുക വരെ ചെയ്തു. നിലവിലുള്ള പട്ടിക വിഭാഗ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ, ആ ലിസ്റ്റിലുള്ളവർ, ഈ ലിസ്റ്റിലേക്ക് ക്രിസ്ത്യാനികൾ കൂടെ വരുന്നതിന് ഒട്ടും താല്പര്യമുള്ളവരല്ല. അതുകൊണ്ട് അവരതിനെ ശക്തമായി എതിർത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അമുദറാണിയുടെ കേസിൽ കോടതി എടുക്കുന്ന തീരുമാനം എന്തു തന്നെയായിരുന്നാലും അത് ദളിത് ക്രൈസ്തവരുടെ സംവരണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു തീരുമാനമാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി നിർണായകമാണ്. എങ്കിലും ഒരു നിയമപരമായ പരിഹാരമാണ് ഏറ്റവും അനിവാര്യമായിരിക്കുന്നത്. 1950 ഈ വിവേചനത്തിനെല്ലാം കാരണമായ ഈ പാരഗ്രാഫ് 3 ഭേദഗതി ചെയ്യുകയും മതം പരിഗണിക്കാതെ സാമൂഹിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സംവരണാനുകൂല്യങ്ങൾ ലഭിക്കാൻ നിയമം കൊണ്ടുവരികയും ചെയ്യണം. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നപരിഹാരം. മഹാനായ ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്ത സാമൂഹിക നീതി എല്ലാവരിലേക്കും എത്തുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കുവാൻ സാധിക്കുന്നത് അത്തരം ഒരു പരിഷ്കരണം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന് തടയിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ഇവിടെ ക്രൈസ്തവരായി ആളുകൾ മാറിപ്പോകുന്നു എന്നുള്ള ഭയം, അതായത് സംവരണ ആനുകൂല്യങ്ങൾ കൂടെ ലഭിക്കുകയാണെങ്കിൽ ദളിത് സമൂഹം ഒന്നടങ്കം ക്രൈസ്തവരായി മാറിപ്പോകുമെന്നുള്ള ഭീതിയാണ് ഒരു കൂട്ടം ആളുകളെ ഇത്തരമൊരു നിയമ പരിഷ്കാരത്തിൽ നിന്ന് തടയുന്നത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും അമുദറാണി കേസിൽ ഉണ്ടാകുന്ന വിധി ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു വിധിയായി മാറിയേക്കാം. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം.